കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂടിനായാലും നോമ്പിനായാലും ദാഹം അകറ്റാൻ പറ്റിയ ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു മുസമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞതിന് ശേഷം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 5 പുതിന ഇല നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം കുറച്ച് സബ്ജ സീഡ്സ് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ആ കുതിർന്ന സബ്ജ സീഡ്സ് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.